ലിസീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഹായ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? മഴയൊക്കെ ഉണ്ടോ? ഇന്ന് വൈകിട്ട് ഇവിടെ ഒരു പലഹാരം, നാടൻ പലഹാരം ഉണ്ടാക്കുവാണ്. പണ്ടേ ഉള്ള ഒരു പലഹാരമാണ്. ആദ്യമായി ഉപ്പിച്ചിടുക, വെള്ളം ഒഴിക്കുക. ഗോതമ്പ് പൊടി കൊണ്ടാണ്. ഗോതമ്പ് പൊടി എന്ന് പറയുന്നത് ഇവിടെ പൊടിച്ച്, ഞങ്ങള് ഗോതമ്പ് പൊടി കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല. ഇവിടെ കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്ന പൊടിയാണ്, നാടൻ പൊടി തന്നെയാണ്. അതുകൊണ്ട് മായമില്ലാത്ത പൊടിയാണ്. ഞാനത് നാളെ ഇത് പണ്ടും എന്റെ വീട്ടില് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഞങ്ങൾ ഇവിടെ ഓട്ടടയെന്ന് പറയും, അല്ലെങ്കിൽ കല്ലേപ്പരത്തി എന്ന് പറയും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തോ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതിനായിട്ട് ഗോതമ്പ് പൊടി കുറച്ചെടുത്തു, ഉപ്പിട്ടു, ഇച്ചിരി തേങ്ങാപ്പീര ഇടുക. തേങ്ങായും ഒക്കെ ഇട്ട് നേരടി നല്ലോണം തേങ്ങ ഒക്കെ ഇടാക്കുന്നല്ലോ. ചിലരാണെങ്കിൽ ഇതിനകത്തിലെ സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഇടുന്നതാണ്. തേങ്ങായും കൂടെ ഞെരടി ഉണ്ടാക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഞാൻ പണ്ടും ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ തന്നിട്ടുണ്ട്. ഈ മഴക്കാലത്താണ് ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ തിന്നാൻ എല്ലാവർക്കും ഇഷ്ടം. ഞങ്ങൾ ഇന്ന് ഇതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇന്ന് വെള്ളം നല്ലോണം കുഴയ്ക്കണം. ചപ്പാത്തിയെക്കാട്ടി കുഴയ്ക്കണം. ചപ്പാത്തിയുടെക്കാട്ടി നല്ലോണം വെള്ളം പോലെ കുഴച്ച് ഇരിക്കണം. ഈ പരുവത്തി കുഴച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇച്ചിരി നേരത്തെ കുഴച്ച് വെക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ഉടനെ കുഴച്ചുണ്ടാക്കണം. ഇച്ചിരി നേരം നമ്മൾ കുഴച്ച് ഇച്ചിരി നേരം അടച്ച് വെച്ചേക്കണം. ഈ പരുവത്തില് പരുവത്തിലാണ് കുഴക്കേണ്ടത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരമാണിത്. എൻ്റെ മക്കൾക്കും ഒക്കെ ഇഷ്ടമാണ്. ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഗോതമ്പിന്റെ ഇപ്പൊ ഞാൻ കുറച്ചു നേരം കൊണ്ട് കുഴച്ച് വെച്ചിട്ടാണ്. ഇപ്പൊ അത് ശരിയായി. നമുക്കിനി ഉണ്ടാക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഒരുപാട് ഇത് വേണ്ട. ചൂടായിട്ടില്ല. ഈ കറിയൊന്നും ഇല്ലെങ്കിലും നല്ല ചൂടോടെ മൊരിച്ചെടുക്കാമെങ്കിൽ അത് തന്നെ കൂട്ടി കഴിക്കും.